ആരാധനയ്ക്ക് വരുന്ന ഓരോ വ്യക്തിയും വിവിധ തരത്തിലുള്ളതായ ഭാരങ്ങൾ വഹിച്ചുകൊണ്ടാണ് വരുന്നത്. ചില കുടുംബങ്ങൾ പിരിമുറുക്കങ്ങളുമായിട്ട് പൊരുതുന്നു, ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു, ചിലർ രോഗബാധിതരാണ്, മറ്റുള്ളവർ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന വേദനയുമായി പോരാട്ടം നടത്തുന്നു. ജീവിതം പലപ്പോഴും നമ്മെ നിസ്സഹായരും ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വമുള്ളവരുമായി തോന്നുന്ന സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. ഇത്തരം സമയങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് വെറും മാനുഷിക പരിഹാരങ്ങളല്ല, മറിച്ച് ദൈവകൃപയുടെ സ്പർശനമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിലെ കനാന്യ സ്ത്രീയുടെ സംഭവം ദൈവത്തിന്റെ കൃപയുടെ ഒരു ചെറിയ ഭാഗം പോലും ഒരു സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. അവൾ മുഴുവൻ അപ്പവും ആവശ്യപ്പെട്ടിട്ടില്ല, അവൾ ഒരു കഷ്ണം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. എന്നിട്ടും ഈ സംഭവം കൂടുതൽ ആഴത്തിലുള്ള ഒരു സത്യം വെളിപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കൃപ തടസ്സങ്ങൾക്കും അതിരുകൾക്കും അപ്പുറത്തേക്ക് എത്തുന്നു. ദൈവരാജ്യം എല്ലാവർക്കും തുറന്നിരിക്കുന്നുവെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസം ആചരിക്കാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നും ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു. ഒന്ന്, അതിരുകൾ ഭേദിച്ച നിലവിളി, എ ക്രൈ ദാറ്റ് ക്രോസ് ബൗണ്ടറീസ്. യേശുവിനെ സമീപിച്ച സ്ത്രീ ഒരു കനാന്യ സ്ത്രീ ആയിരുന്നു. പരമ്പരാഗതമായ യഹൂദ ജനതയിൽ നിന്ന് വേർപിരിഞ്ഞ ഒരു സമൂഹത്തിൽപ്പെട്ടവളായിരുന്നു. സാമൂഹികമായും മതപരമായും അവളെ ഒരു പുറം നാട്ടുകാരിയായി കണക്കാക്കി. എന്നിട്ടും അവളുടെ നിരാശാജനകമായ സാഹചര്യം അവളെ ആ തടസ്സങ്ങൾക്കപ്പുറത്തേക്ക് തള്ളിവിട്ടു. കരുണയ്ക്കായി നിലവിളിച്ചുകൊണ്ട് അവൾ ധൈര്യത്തോടെ യേശുവിന്റെ അടുക്കൽ വന്നു. അവളുടെ മകൾ കഠിനമായി കഷ്ടപ്പെടുകയായിരുന്നു. ഒരമ്മയുടെ സ്നേഹം അവളെ സ്വാഗതം ചെയ്തിട്ടില്ലാത്ത ഇടങ്ങളിൽ പോലും സഹായം തേടാൻ ധൈര്യം നൽകി. ഈ നിലവിളി യഥാർത്ഥ ആവശ്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ശക്തി വെളിപ്പെടുത്തുന്നു. ആളുകൾ ആഴത്തിലുള്ള പോരാട്ടങ്ങൾ നേരിടുമ്പോൾ എവിടെ കണ്ടെത്താനാകുമോ അവിടെ അവർ പ്രത്യാശ തേടുന്നു. ആ സ്ത്രീ യേശുവിനെ കുറിച്ച് കേട്ടിരുന്നു. അവന് തന്നെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. ദൈവത്തിന്റെ കരുണ തേടുന്ന എല്ലാ മനുഷ്യരാശിയുടെയും നിലവിളിയെ അവളുടെ ശബ്ദം പ്രതിനിധീകരിക്കുന്നു. സംസ്കാരം, വംശം അല്ലെങ്കിൽ പശ്ചാത്തലം ഇങ്ങനെയുള്ള ഒരു തടസ്സവും ആരെയും ക്രിസ്തുവിലേക്ക് വരുന്നതിൽ നിന്ന് തടയരുതെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട്, വിശ്വാസത്തെ പരീക്ഷിച്ച തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് ടെസ്റ്റഡ് ഫെയ്ത്ത്. സ്ത്രീ യേശുവിനെ സമീപിച്ചപ്പോൾ അവൾ പ്രതീക്ഷിച്ച പ്രതികരണം ഉടനെ ലഭിച്ചില്ല. യേശു ആദ്യം നിശബ്ദനായിരുന്നു. ശിഷ്യന്മാർ അവളെ പറഞ്ഞയക്കാൻ പോലും യേശുവിനോട് ആവശ്യപ്പെടുന്നു. ഈ പ്രതികരണങ്ങൾ വേദനാജനകവും നിരുത്സാഹജനകവുമായിരുന്നു. സാമൂഹികമായ തിരസ്കരണവും മതപരമായ ഒഴിവാക്കലും അവൾ നേരിട്ടു. അത് അവളെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ കാരണമായേനെ. എന്നിരുന്നാലും ഈ തടസ്സങ്ങൾ പ്രത്യാശ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണത്തിന് പകരം അവളുടെ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണമായി മാറി. പിന്തിരിയുന്നതിന് പകരം അവൾ താഴ്മയോടും ദൃഢനിശ്ചയത്തോടും യേശുവിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. അവളുടെ സ്ഥിരോത്സാഹം നമ്മെ പഠിപ്പിക്കുന്നത് വിശ്വാസം പലപ്പോഴും വെല്ലുവിളികളിലൂടെ ശക്തമാകുമെന്നാണ്. നിരസിക്കലായി തോന്നുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിൽ കൂടുതൽ ആഴത്തിൽ ആശ്രയിക്കാനുള്ള അവസരം ആയിരിക്കും. 3, കൃപയുടെ വാതിൽ തുറന്ന വിനയം, ഹ്യൂമിലിറ്റി ദാറ്റ് ഓപ്പൺ ദ ഡോർ ഓഫ് ഗ്രേസ്. കുട്ടികളുടെ അപ്പത്തെക്കുറിച്ചും നായ്ക്കളെക്കുറിച്ചും യേശു സംസാരിച്ചപ്പോൾ ആ സ്ത്രീ ശ്രദ്ധേയമായ വിനയത്തോടെ പ്രതികരിച്ചു. നീരസപ്പെടുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യുന്നതിന് പകരം അവൾ തന്റെ നിലപാട് സ്വീകരിച്ച് മേശയിൽ നിന്ന് ഒരു അപ്പ കഷ്ണം ചോദിച്ചു. അവൾ അവകാശങ്ങൾ ആവശ്യപ്പെടുകയല്ല, കരുണ തേടുകയാണെന്ന് അവളുടെ പ്രതികരണം കാണിച്ചു. ദൈവത്തിന്റെ കൃപ അവളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയ വാതിലായി ഈ വിനയം, ഈ പ്രതികരണം മാറി. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെല്ലാം കൃപയുടെ ദാനമാണെന്ന് യഥാർത്ഥമായ വിശ്വാസം തിരിച്ചറിയുന്നു. അഭിമാനത്തിന് പകരം താഴ്മയോടെ നാം അവനെ സമീപിക്കുമ്പോൾ അവന്റെ സ്നേഹത്തിന്റെ പരിവർത്തന ശക്തിയിലേക്ക് നാം നമ്മെ തന്നെ തുറക്കുന്നു. ദൈവകൃപയുടെ ഒരു ചെറിയ അംശം പോലും എല്ലാം മാറ്റുമെന്ന് ഈ സ്ത്രീയുടെ പ്രതികരണം കാണിക്കുന്നു.
4 ഉപേക്ഷിക്കാൻ വിസമ്മതിച്ച വിശ്വാസം, ഫെയ്ത്ത് ദാറ്റ് റെഫ്യൂസ്ഡ് ടു ഗിവ് അപ്പ്. ഈ സംഭവത്തിലെ ഏറ്റവും പ്രചോദനാത്മകമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ സ്ത്രീയുടെ സ്ഥിരോത്സാഹം. അവൾ നിശബ്ദത, തിരസ്കരണം, സാംസ്കാരികമായ തടസ്സങ്ങൾ എന്നിവ നേരിട്ടതാണ്. പക്ഷേ അവൾ തന്റെ അഭ്യർത്ഥന, അപേക്ഷ ഉപേക്ഷിച്ചില്ല. ഉത്തരം ലഭിക്കുന്നതുവരെ യേശുവിനെ അന്വേഷിക്കുന്നത് തുടരാനുള്ള ദൃഢനിശ്ചയം അവളുടെ മകളുടെ കഷ്ടപ്പാട് അവൾക്ക് നൽകി. ഇത്തരത്തിലുള്ള വിശ്വാസം ഇന്ന് നമ്മെ വെല്ലുവിളിക്കുന്നു. ഉത്തരങ്ങൾ വേഗത്തിൽ ലഭിക്കാത്തപ്പോൾ പലപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുന്നതോ ദൈവത്തെ അന്വേഷിക്കുന്നതോ നിർത്തുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസം അനിശ്ചിതത്വത്തിലും വിശ്വസിക്കുന്നു. യേശുവിൽ നിന്നുള്ള ഒരു കഷ്ണം പോലും തന്റെ മകളെ സുഖപ്പെടുത്താൻ മതിയാകുമെന്ന് ആ സ്ത്രീ വിശ്വസിച്ചു. ആ അചഞ്ചലമായ വിശ്വാസം ഒടുവിൽ അവൾക്ക് ആവശ്യമായ അത്ഭുതം കൊണ്ടുവരികയാണ്. അവസാനമായി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കൃപ, ഗ്രേസ് ദാറ്റ് ഇൻക്ലൂഡ്സ് എവരിവൺ. യേശു അവസാനത്തിൽ ഈ സ്ത്രീയുടെ വിശ്വാസത്തെ പ്രശംസിക്കുകയും അവരുടെ അപേക്ഷ അനുവദിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ ഒരു കൂട്ടം ആളുകളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടില്ലെന്ന് തെളിയിച്ചുകൊണ്ട് അവരുടെ മകൾ തൽക്ഷണം സുഖപ്പെട്ടു. യേശുവിന്റെ ദൗത്യം ഇസ്രായേലിൽ നിന്നാണ് ആരംഭിച്ചതെങ്കിലും അവന്റെ കരുണ സാംസ്കാരികവും മതപരവുമായ അതിരുകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുന്നുവെന്ന് ഈ കൂടിക്കാഴ്ച വെളിപ്പെടുത്തുകയാണ്. ഈ സന്ദേശം ഇന്ന് നമ്മോട് ശക്തമായി സംസാരിക്കുന്നു. ദൈവരാജ്യം ഓരോ വ്യക്തിക്കും പ്രത്യാശയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുവാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന നിലയിൽ നമ്മുടെ സമൂഹങ്ങളിൽ ഈ ഉൾക്കൊള്ളുന്ന സ്നേഹം പ്രതിഫലിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. സഭ പുറത്തുള്ളവരെ സ്വാഗതം ചെയ്യുകയും തകർന്നവരെ പരിപാലിക്കുകയും വിവേചനമില്ലാത്ത എല്ലാ ആളുകൾക്കും ദൈവകൃപ നൽകുകയും ചെയ്യേണ്ട ഇടമായി രൂപപ്പെടണം. ദൈവകൃപ ഏതൊരു തടസ്സത്തെക്കാളും വലുതാണെന്ന് ഈ സ്ത്രീയുടെ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവൾ യേശുവിനെ സമീപിച്ചത് അത്യന്തം ആവശ്യത്തോടും അചഞ്ചലമായ വിശ്വാസത്തോടും കൂടിയാണ്. അവന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം പോലും മതിയാകുമെന്ന് അവൾ വിശ്വസിച്ചു. അവളുടെ വിശ്വാസത്തിന്റെ പ്രതിഫലം ലഭിച്ചു. അവളുടെ മകൾ സുഖം പ്രാപിച്ചു. ഇന്ന് അതേ വിശ്വാസത്തോടും വിനയത്തോടും കൂടി യേശുവിന്റെ അടുക്കിലേക്ക് വരുവാൻ അവൻ നമ്മെ ക്ഷണിക്കുന്നു. നാം എന്ത് ഭാരങ്ങൾ വഹിച്ചാലും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയാലും നമുക്ക് അവന്റെ മുമ്പാകെ കൊണ്ടുവരുവാനായിട്ട് ഇതെല്ലാം സാധിക്കും. അവന്റെ കൃപ ലഭിക്കുമ്പോൾ ആ കൃപ മറ്റുള്ളവർക്ക് നീട്ടുവാനും നാം പഠിക്കണം. അത്തരത്തിലൊരു സൗഹൃദം സൃഷ്ടിച്ച് ഈ ലോകത്തിൽ ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ സൂക്ഷിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.